ഒമാനിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി മസ്കറ്റിൽ ലുലു പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നു. ഒമാനിലെ 33ാമത്തെ സ്റ്റോറാണ് ആരംഭിച്ചത്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിബ് ബിൻ സെയ്ദ് മാമാരി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 33,700 സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് നൽകുകയെന്നും ലുലു അധികൃതർ അറിയിച്ചു. ഗ്രോസറി, ഫ്രഷ് ഫുഡ്, ഹോട്ട് ഫുഡ് ബേക്കറി, മത്സ്യം, ഇറച്ചി, ലൈവ് കൗണ്ടറുകൾ അടക്കം ഒരുക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരവും ലഭ്യമാക്കിയിട്ടുണ്ട്. ഒമാനിൽ റീറ്റെയിൽ സേവനം കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് എന്നും പ്രാദേശിക വികസനത്തിനൊപ്പം മികച്ച തൊഴിലവസരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി വ്യക്തമാക്കി. ഒമാനിൽ വിപുലമായ പദ്ധതികളാണ് ലുലുവിനുള്ളതെന്നും ഭക്ഷ്യ സംസ്കരണ കേന്ദ്രമടക്കം 6 പുതിയ പ്രോജക്ടുകൾ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും യൂസഫ് അലി പറഞ്ഞു. ലുലു ഒമാൻ ഡയറക്ടർ ഷബീർ കെ.എ, റീജിയണൽ ഡയറക്ടർ അൻവർ സാദത്ത് എം.എ, ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ് റാം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ഒമാൻ. ഒമാൻ മബലയിൽ നടന്ന ബദർ ക്രിക്കറ്റ് ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ റൂബി ബദർ അൽ സമ ജേതാക്കളായി. ഫൈനലിൽ ബർക്ക സ്ട്രൈക്കേഴ്സിനെയാണ് റൂബി പരാജയപ്പെടുത്തിയത്. ഒമാനിലെ ആതുര സേവന രംഗത്തെ പ്രമുഖരായ ബദർ അൽ സമ ഹോസ്പിറ്റലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സമ്മാനദാന ചടങ്ങിൽ ബദർ അൽ സമ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് ഉപ്പള മുഖ്യാതിഥിയായി. ഒമാനിലെ വിവിധ പ്രദേശങ്ങളിലുള്ള 12 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഫിറാസത്ത് ഹസനും മൊയ്തീൻ ബിലാലും വിജയിക്കുള്ള ട്രോഫികൾ നൽകി. സിഇഒ പി.ടി. സമീർ, ജേക്കബ് ഉമ്മൻ, ദിവ്യ, അനു, ജയറാം എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. ഒമാനിലെ കൺസെഷൻ ഏരിയകൾക്കായി ആദ്യ ബാച്ച് കർവ ബസ്സുകൾ എത്തിച്ചു. ഒമാനിലെ കൺസെഷൻ ഏരിയകളിലുടനീളം പൊതുഗതാഗത സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഈ നീക്കം. ഒമാനിലെ പൊതുഗതാഗത ശൃംഖല നവീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾ ഉയർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായി നിയുക്ത പ്രദേശങ്ങളിൽ സേവനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഗതാഗത കമ്പനികൾക്ക് ബസ്സുകൾ കൈമാറി. പുതിയ ഫ്ലീറ്റിന്റെ വിന്യാസം വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റുന്നതിനും കൂടുതൽ കാര്യക്ഷമവുമായ റൂട്ട് കവറേജ് ഉറപ്പാക്കുന്നതിനും സഹായിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു.